ഹായ് അഞ്ജോയിതിനാണ്. ഒരു വയ്യാവേലി ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുമ്പം അയ്യോ വഴിതെറ്റി പോവല്ലേ, ഓടി വന്നതിൻ്റെ തലയിലോട്ട് കയറിക്കോ എന്ന് പറയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടില്ലെങ്കിൽ അങ്ങനെ ഒരാളാണ് ഞാൻ കേട്ടോ. അങ്ങനെ ഒരു വയ്യാവേലി പിടിച്ച സംഭവമാണിത്. എനിക്കാണെങ്കിൽ ഈ കൊച്ചു പിള്ളേരെ കണ്ടവർ, പ്രത്യേകിച്ച് ഒരു 16-18 വയസ്സുള്ള പിള്ളേരെ കാണുമ്പോൾ ഈ മോട്ടിവേഷൻ കൊടുക്കാനൊരു ടെൻഡൻസിയാണ്, ത്വരയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബ്രാഹ്മി മുഹൂർത്തെ ഉത്തിഷ്ഠ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ആയുർവേദ ചര്യകളും ദിനചര്യകളും ഒക്കെ ഇങ്ങനെ വിളമ്പി തുടങ്ങും. അപ്പോൾ ഒരു കുട്ടി എൻ്റെ ഫോളോവറാണ്, അവൻ ഏതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഫോളോവർ ലിസ്റ്റിൽ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ പറഞ്ഞു, ഡോക്ടറെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ ഭയങ്കര ആക്റ്റീവാണ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ പൊക്കി. എനിക്ക് കുറേ നേരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര സന്തോഷമാവും. പിന്നെ മനുഷ്യരല്ലേ പൊങ്ങി പൊങ്ങി ഫാൻ്റെ മുകളിൽ കയറുന്ന അവസ്ഥയിലെത്തി. അപ്പം ഞാൻ മോട്ടിവേഷൻ അങ്ങോട്ട് തുടങ്ങി. നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ രാവിലെ തന്നെ എണീക്കണം, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീച്ചിട്ട് നമ്മളത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. കുറേ കഴിഞ്ഞ് ഇവനെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരാൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീണ്ടും വീണ്ടും ആക്രാന്തമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക. മോട്ടിവേഷനാണല്ലോ സംഭവം. പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനൊരു ചോദ്യം, ഡോക്ടർ എത്ര മണിക്ക് എണീക്കും? തീർന്നു. കാരണം ഈ രാവിലെ 5 മണിക്ക് എണീക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഫോളോവറായിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ പേഷ്യൻ്റായിട്ടുള്ള മോൻ അറിയുകയാണെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ 5 മണി വളരെ അപൂർവമായി കാണാറുള്ളതാണ്. പിന്നെ ഇനിയിപ്പം നിന്നോട് പറഞ്ഞ സ്ഥിതിക്ക് നാളെ തൊട്ട് വേണമെങ്കിൽ ഒരു 5 മണി കണ്ടു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാലേ, നീ അങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്കൊരു വെളിപാടുണ്ടായത്. നമ്മൾ ഈ പറയുന്നതേ പ്രസംഗിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ പ്രസംഗിക്കാൻ പോകരുത്. പക്ഷേ ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തു. ആ ഒരു ഗിൽറ്റി ഫീലിംഗ് കാരണം ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒരു 5 മണിക്ക് എണീക്കുന്നത് പ്രാക്ടീസ് ചെയ്താലൊന്ന് ഇങ്ങനൊരു ചിന്ത. അപ്പോൾ നീ കാരണം ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ. നീ ഒരു മോട്ടിവേഷനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ ഞാനിപ്പം തന്നെ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്താ അറിയാമോ? ഇപ്പം ഞാൻ ഉറങ്ങാൻ പോവാം. രാവിലെ 5 മണിക്ക് ഒരു അലാം വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രസ്താവന ഞാൻ ഇറക്കിയത് നാട്ടുകാരെ മുഴുവൻ കണ്ട്, നീയും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാലോ. അപ്പം ആ ഒരു നാണക്കേട് ഓർത്തെങ്കിലും നാളെ 5 മണിക്ക് ഞാൻ എണീക്കും. അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്.